കുറ്റിപ്പുറത്തെ ചോറും മീനും ഉച്ചയ്ക്ക് സമയം 2:30 മണി. അതും ഒരു നോർമൽ തിങ്കളാഴ്ച ദിവസമാണ്. ഫാമിലി ആയിട്ട് കഴിച്ചു കഴിഞ്ഞിട്ട് യഥാർത്ഥ ഫീഡ്ബാക്ക് പറയാനുണ്ട്. ഞാനിവിടെ ഭക്ഷണം കഴിക്കാൻ വന്നിട്ട് 4ാമത്തെ തവണയാണ് ഇവിടെ വരുന്നത്. ഞാൻ ഫ്രണ്ട്സിന്റെ കൂടെ വന്നിട്ടുണ്ട്, അതുപോലെ ഫാമിലിയുടെ കൂടെ 2ാമത്തെ തവണയാണ് വരുന്നത്. ഒരു രക്ഷയില്ല. ഫുഡ് ആണെന്നുണ്ടെങ്കിലും ടേസ്റ്റ് ആണെങ്കിലും ഒരു കോംപ്രമൈസും ഇല്ല. വന്നു കഴിഞ്ഞാൽ നമുക്ക് കൊടുത്ത ക്യാഷിന് വേർത്ത് ആവുന്ന ഒരു സ്പോട്ടാണ് നമ്മുടെ ചോറും മീനും. ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം എന്താ? എനിക്ക് ഇഷ്ടമായത് മാമ്പഴ പുളിശ്ശേരിയാണ്. അതുപോലെ പായസം, ഫിഷ് എല്ലാം ഒന്നിനൊന്ന് മെച്ചാണ്. ചെറിയ ചോദ്യം, ഈ മീനിന് പ്രൈസ് കൂടുതലാണെന്ന് പറഞ്ഞു, അതിന്റെ സത്യാവസ്ഥ എന്താ? മീനിന് പൈസ മീൻ നമ്മൾ ഫ്രഷ് ഫ്രഷ് മീൻ എടുക്കുന്നത്. പിന്നെ ഇന്ന് രാവിലെ മാർക്കറ്റിൽ പോയിട്ട് മീനാണ്. നമ്മളതിലുള്ള കാശിനനുസരിച്ചുള്ള മീൻ എടുത്താൽ മതി. ഏറ്റവും കൂടുതൽ ആളുകൾ കംപ്ലൈന്റ് പറഞ്ഞത് മീന് വില കൂടുതലാണ്. മീന് മാർക്കറ്റിൽ വില കൂടുതലാവുമ്പോൾ സ്വാഭാവികമായിട്ടും വരെ വില കിട്ടും. അപ്പോ നമ്മളതിൽ പൈസ ഉള്ളതിനനുസരിച്ചുള്ള മീന് ചോദിച്ചിട്ടെടുത്താൽ മതി. അറിയാലോ, പപ്പടം കൂട്ടിയാണ് അടിക്കേണ്ടത്. അപ്പോ നന്നായിട്ട് കുഴച്ചിട്ട് ഞാൻ ഫാമിലി ആയിട്ട് വന്ന് കഴിച്ചു കഴിഞ്ഞിട്ട് എന്റെ ഒപ്പം കഴിക്കണമെങ്കിൽ ഞങ്ങള് 3-4 പ്രാവശ്യം ചോറിട്ടിട്ട് നന്നായിട്ട് കഴിച്ചിട്ട് നല്ലത് കണ്ടാൽ നമ്മൾ നല്ലത് തന്നെ പറയണം. പക്ഷെ എനിക്കിതൊന്നുമല്ല ഇഷ്ടപ്പെട്ടത്. ചോറും മീനും, ചോറിനെക്കാട്ടും മീനെക്കാട്ടും എല്ലാത്തിനെക്കാട്ടും എനിക്ക് ഇഷ്ടപ്പെട്ട് ഏകദേശം ഒരു 100-150 സ്റ്റാഫ് ഇവിടെ ഉണ്ടാവില്ലേ. 150 കുടുംബത്തിന് ജോലി കിട്ടുന്നില്ല ഭായി. അതന്നെ വലിയ പുണ്യമുള്ള കാര്യമാണ്. ഈ തിരക്കും ഈ ഒരു ആളും പാടും, പ്രത്യേകിച്ച് നമ്മുടെ നാട്ടില് ഇങ്ങനെ ഒരു ആംബിയൻസ് പുറം ലോകത്തൊക്കെ ഇത്രത്തോളം അറിയപ്പെട്ട മറ്റൊരു ഷോറൂം ഉണ്ടാവില്ല. അപ്പൊ വന്ന് കഴിച്ചവരും ഇനി കഴിക്കാനുള്ളവരും ഫീഡ്ബാക്ക് നിർബന്ധമായിട്ട് അറിയണേ. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.